ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഷർമില, സ്വദേശം കണ്ണൂരാണ്. ആദ്യമായി നാം വിശ്വസിക്കുന്ന സർവശക്തി മുൻപിൽ അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പ്ലീസ് ഓൾ. വെൽക്കം ബാക്ക്. എല്ലാവരെയും ഹെൽത്തി ലിവിംഗ് സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും ക്യാമറ ഓൺ ആക്കി തന്നെ ഈ ഒരു സെഷൻ അറ്റൻഡ്. അതുപോലെ തന്നെ കയ്യിൽ ഒരു ബുക്കും പേനയും കരുതുക. നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകൾ ഇന്ന് ഇവിടെ കിട്ടുന്നുണ്ടാകും. ഇന്ന് HLS കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി അവൈലബിൾ ആണ്. വെൽനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോഴിക്കോട് സ്വദേശിനിയായ സഫ മാമിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സഫ മാം. ഓവർ ടു യു. ഗുഡ് ഈവനിങ് ഓൾ. ശർമിള മാം, എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ. ശർമിള മാം എന്നെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. എന്റെ പേര് സഫ, കാലിക്കറ്റ് സ്വദേശിനിയാണ്. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് HLS സെഷന്റെ ഭാഗമായിട്ടാണ്. ഹെൽത്തി ലിവിംഗ് സെഷൻ എന്ന് പറയും. ഇതിൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഐഗ്ലോ ആണ്. ഐഗ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഒരു പ്രായഭേദമന്യേ എല്ലാ ആളുകളും, ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ഏത് പ്രായത്തിലുള്ള ആളുകളും ആഗ്രഹിക്കുന്നതാണ് സൗന്ദര്യം എന്നുള്ളത് അല്ലെ. ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പുരട്ടുന്ന ഉപയോഗിക്കുന്ന ആളുകളാണ് പലരും. നമ്മളിൽ പലരും അങ്ങനെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ ഇതിലെല്ലാം മെർക്കുറി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരുപാട് കമ്പനികൾക്കെതിരെ കേസ് നടക്കുകയും കമ്പനികൾ അടച്ചുപൂട്ടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിൽ മെർക്കുറി ആഡ് ആയിട്ട് അത് സ്കിൻ ക്യാൻസറിന് പോലും കാരണമാകുന്നു എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാം, അതിന് എന്തെല്ലാം വഴികളുണ്ട് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സ്ക്രീൻ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ ശർമിള മാം. ഫുൾ സ്ക്രീൻ ആയി? ഓക്കെ മാം. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി ഷോ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒരു സ്കിന്നാണല്ലേ. ഇതുപോലെ ഇതിലെ മൂന്നാമത്തെ ഈ ഫിഗർ ആയിട്ടുള്ള നമ്മൾ ചുളിവ് വന്ന സ്കിന്ന് നമ്മളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും ബ്രൈറ്റർ ആൻഡ് യങ് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്നാണ്, ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമാണ് സ്കിന്ന്, അതായത് തൊലി. നമ്മുടെ പുറമേ കാണുന്ന ഈ തൊലി എന്ന് പറയുന്നത്. നമ്മൾ സ്കിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുക ഫേസിലെ സ്കിന്നാണ്. പക്ഷെ നമ്മുടെ തല മുതൽ കാൽപാദം വരെ, അതിലും നമ്മുടെ നഖങ്ങളും മുടിയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, സ്കിന്നിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി ആയിട്ട് എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതിനാണ് നമ്മളെല്ലാവരും അനലൈസ് ചെയ്യുന്നത്. അതിന് നമ്മളെ സ്കിന്ന് എന്തിനാണ് ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്? നമ്മളെല്ലാവരും പറയും ചർമ്മത്തെ നമ്മൾ ഒരുപാട് പരിപാലിക്കണം എന്നുള്ളത്. അപ്പൊ ഈ സ്കിന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്കിൻ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സ്കിന്ന് അഥവാ തൊലി എന്ന് പറയുന്നത് നമ്മളെ വൈറസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ UV റേഡിയേഷൻ, സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് കൂടി നമ്മുടെ സ്കിന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വൈറ്റമിൻ പ്രൊഡക്ഷൻ, അതായത് ഇപ്പൊ വൈറ്റമിൻ ഡിന്റെ കുറവൊക്കെ നമ്മൾ വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് വൈറ്റമിൻ ഡിന്റെ കുറവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കിന്നാണ് വൈറ്റമിൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ വൂണ്ട് ഹീലിംഗ്. വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മുറിവ് വന്നാൽ ഉണങ്ങാൻ വേണ്ടി സഹായിക്കുന്നതും നമ്മുടെ സ്കിന്ന് തന്നെയാണ്. അതുപോലെ സെൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടാൽ അറിയുന്നത്, നമ്മൾ ചൂടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ തണുപ്പ്, ഇതെല്ലാം നമുക്ക് തൊട്ടാൽ അറിയുന്ന ഫീൽ ചെയ്യുന്നതൊക്കെ സെൻസേഷൻ ഉള്ളത് നമ്മുടെ സ്കിന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ടെമ്പറേച്ചർ റെഗുലേഷൻ, നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചറിന്, അറ്റ്മോസ്ഫറിക് പ്രഷറിനനുസരിച്ച്, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ സ്കിന്ന് വളരെ മേജർ ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം വാട്ടർ ലോസ്, നമ്മുടെ ശരീരത്തിൽ 90% വെള്ളമാണ്. ഈ വെള്ളത്തിന് 70% വെള്ളമാണ്, ബാക്കി ഓർഗൻസ് ആണ് ഉള്ളത്. ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ ഒരു വാട്ടർ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മൾ ഫിസിക്കൽ ആൻഡ് ബ്യൂട്ടി അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. നല്ല ആരോഗ്യപരമായ ചർമ്മം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് അട്രാക്ഷൻ വരുത്തുന്നതുമാണ് സ്കിൻ എന്ന് പറയുന്നത്. ഈ സ്കിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല വെളുത്ത് തൊടുത്ത വെളുത്ത് പാറിയ സ്കിന്ന് എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ ഒറിജിനൽ കളർ ഏതാണോ, നമ്മൾ ജനിച്ചത് ഏത് കളറിലാണോ ആ കളറിൽ നമ്മൾ പരിപാലിക്കുക, ആ സ്കിൻ ടോൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ സ്കിൻ ടോൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മൾ മറ്റു പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ ഈ ഐഗ്ലോ എന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെളുത്ത് നല്ല തൊടുത്ത് വരും എന്നുള്ളതല്ല, ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ യഥാർത്ഥ സ്കിൻ ടോണിലേക്ക് നമുക്ക് റിട്ടേൺ ആയിട്ട് വരാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, ഹെൽത്തി സ്കിൻ ഹെൽപ്സ് യു കീപ് ഫ്രം ഗെറ്റിംഗ് സിക്ക് ഓർ ഹാവിംഗ് ഡാമേജ് ടു യുവർ ബോൺസ്. നമ്മുടെ ബോൺസ്, എല്ലുകൾ, മസിൽസ്, ഇന്റേണൽ ഓർഗൻസ് ഇതിനെല്ലാം ഹെൽത്തി ആക്കിയിട്ടും അതുപോലെ അതിനെ ഡാമേജ് ഇല്ലാതെ സംരക്ഷിക്കാനും നമ്മുടെ സ്കിന്ന് വളരെയധികം എഫേർട്ട് എടുക്കുന്നുണ്ട്, വളരെയധികം റോൾസ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലെയറുകൾ ഉണ്ട്. 7 ലെയറുകളാണ് ശരിക്കും സ്കിന്നിനുള്ളത്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 3 ലെയേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ്, അതിന് താഴെ ഡെർമിസ്, ഏറ്റവും താഴെയായിട്ട് ഹൈപ്പോഡെർമിസ്. ഈ ഡെർമിസ് ലെയറിലാണ് നമ്മുടെ മുടിയുടെ റൂട്ട് എല്ലാം വരുന്നത്. സ്കിന്നിന്റെ ഉള്ളിലുള്ള ഡെർമിസ് ലെയറിലാണ്. ഏറ്റവും താഴെയുള്ള ഹൈപ്പോഡെർമിസിലാണ് അതിന് വേണ്ട ആവശ്യമുള്ള ടിഷ്യൂസ് എല്ലാം ഉള്ളത്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുറംതൊലിയാണ്, നമ്മൾ ഈ കാണുന്ന പുറംതൊലിയാണ് എപ്പിഡെർമിസ്. അപ്പൊ ഈ സ്കിന്നിലെ ഓരോ ലെയറുകൾക്കും വേണ്ട പോഷകങ്ങൾ നമ്മൾ അകത്തേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും പുറമെ അപ്ലൈ ചെയ്താൽ ഓരോ ലെയറുകൾക്കും വേണ്ട പോഷകങ്ങൾ കിട്ടുകയില്ല. അപ്പൊ ഈ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സൺ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അമിതമായി നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അതുപോലെ സ്മോക്കിംഗ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. ലാക്ക് ഓഫ് എക്സസൈസ്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഇല്ലാത്ത, അതായത് എക്സസൈസ് ഇല്ലാത്ത ബോഡി ആണെങ്കിൽ അതും നമ്മുടെ സ്കിന്നിനെ സാരമായി ബാധിക്കും. പുവർ ന്യൂട്രീഷൻ, നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ന്യൂട്രീഷൻ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ അതും നമ്മുടെ സ്കിന്നിന് ഡൾനെസ് വരാൻ ഒരു ഫാക്ടറാണ്. അതുപോലെ ഷുഗർ, ആൽക്കഹോൾ കൺസംഷൻ, ലാക്ക് ഓഫ് സ്ലീപ്പ്, ഇതൊരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലാക്ക് ഓഫ് സ്ലീപ്പും സ്ട്രെസ്സും, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ ഡള്ളാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കക്കുറവുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാം, അവരുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഉറക്കം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കിന്നിൽ വളരെയധികം ഒരു റോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഉറക്കം. ഇനി നമുക്ക് ഐഗ്ലോ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ആ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്, ഈ ഐഗ്ലോ എന്ന പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ എങ്ങനെ നമുക്ക് ഈ ഡാമേജുകളെല്ലാം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും, ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഐഗ്ലോ എന്ന പ്രൊഡക്റ്റ് ന്യൂട്രി കോസ്മെറ്റിക്, അതായത് ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ന്യൂട്രി കോസ്മെറ്റിക് ഉൽപ്പന്നമാണ് ഐഗ്ലോ. ന്യൂട്രി കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസും ഹെർബൽ എക്സ്ട്രാക്റ്റിന്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ന്യൂട്രി കോസ്മെറ്റിക് എന്ന് പറയും. അകത്തേക്ക് കഴിക്കുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നം, അതും ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതും ഹെർബൽ എക്സ്ട്രാക്ട്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് കേസർ അഥവാ സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് മുതലേ സാഫ്രോൺ എന്ന് പറയുന്നത് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെല്ലാം കാണുന്നതുമാണ്. അതുപോലെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റുമാണ് അല്ലെ. ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് സൗന്ദര്യത്തെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കുങ്കുമം എന്ന് പറയുന്നത്. അതിലെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള കാശ്മീരി വാലി സാഫ്രോൺ ആണ് ഐഗ്ലോയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. കൂടാതെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഐഗ്ലോയിൽ അടങ്ങിയിരിക്കുന്നു, ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. അതിൽ നാച്ചുറൽ പ്ലാൻ കൊളാജൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡൾനെസ് കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള ഒരു സ്കിന്നെ നമുക്ക് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നാച്ചുറൽ പ്ലാൻ കൊളാജൻ. അതുപോലെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, മുന്തിരിയുടെ കുരുവിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ശരീരത്തിന് ആന്റി ഓക്സിഡൻസ് സപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിലെ ഓരോ കോശങ്ങൾക്കും ആന്റി ഓക്സിഡന്റ് സപ്ലൈ ചെയ്യാൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ, അതായത് നമ്മുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്താനും അതുപോലെ റേഡിയന്റ് കോംപ്ലക്ഷൻ, ഒരു പ്രസരിപ്പുള്ള ചർമ്മം നമുക്ക് തരാനും ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ കോജിക് ആസിഡ് എന്ന് പറയുന്നത് പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആസിഡ് തന്നെയാണ്. അത് സൺ ഡാമേജ്, അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടായിട്ട് ഡാമേജ് കുറയ്ക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അടുത്ത വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലിക്വറൈസ് എക്സ്ട്രാക്ട് എന്നുള്ള ഒരു അങ്ങാടി മരുന്നാണ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിന്നിലെ എക്സസ് ആയിട്ട് വരുന്ന ഓയിൽ, ചില ആളുകളുടെ സ്കിന്ന് ഓയിലി സ്കിൻ ആയിരിക്കും അല്ലെ. ഈ എക്സസ് ആയിട്ട് വരുന്ന ഓയിലില്
നമുക്ക് പുറത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം പെട്ടെന്ന് പറ്റി പിടിക്കും. ഈ പറ്റി പിടിക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് കളയാൻ കഴിയാതെ നമ്മുടെ പോർസിൽ, സ്കിന്നിന്റെ ഉള്ളിലുള്ള സുഷിരങ്ങളിൽ ഇത് അടിഞ്ഞു കുടിക്കും. അതാണ് നമുക്ക് പിമ്പിൾസ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്നത്. സ്കിന്നിൽ പസ് ആയിട്ടും പിമ്പിൾസ് ആയിട്ടും വരുന്നത്. അപ്പൊ ഇതിനെ കുറയ്ക്കാൻ ലിക്വറൈസ് എക്സ്ട്രാക്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ലൂട്ടീൻ എക്സ്ട്രാക്ട്. ലൂട്ടീൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ മാരിഗോൾഡ് ഫ്ലവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ലൂട്ടീൻ എക്സ്ട്രാക്ട്. അത് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്താനും കൂടാതെ ഇലാസ്റ്റിസിറ്റി സ്കിന്നിന് ഒരു ഇലാസ്റ്റികത ഉണ്ട്. ഈ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാലാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങിയോണ്ട് നിൽക്കുക. അതായത് കുറച്ച് പ്രായമുള്ള ആളുകളുടെ ഒക്കെ സ്കിൻ കണ്ടില്ലേ, കുറച്ചിങ്ങനെ നമുക്ക് കാണാം ഡബിൾ ചിൻ ആയിട്ടും പിന്നെ ഫേസിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് സ്കിന്നിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നതുകൊണ്ട്. ആ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലൂട്ടീൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അവസാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നാച്ചുറൽ കോ എൻസൈം ക്യൂട്ടൻ. ഈ നാച്ചുറൽ കോ എൻസൈം ക്യൂട്ടൻ നമ്മുടെ സ്കിന്നിലെ കോശങ്ങളിലെ എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ നമുക്കൊരു ഗ്ലോയിങ് യങ്ങർ ലുക്കിംഗ് സ്കിന്ന് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഐഗ്ലോയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കൂടാതെ കാശ്മീർ വാലി സാഫ്രോൺ. ഈ ഐഗ്ലോ എന്ന ഒരു ഉൽപ്പന്നം നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 2 നേരമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഇനി ബുദ്ധിമുട്ടുള്ള ആളുകൾ 28 സാഷെ ആയിട്ടാണ് ഉണ്ടാവുക. 2 നേരം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് സാഷെ രൂപത്തിൽ, ഒരു സിപ്പപ്പ് രൂപത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. 4 ഫ്ലേവറിലുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഐഗ്ലോന്റെ നമുക്ക് നോക്കാം. നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും അതുപോലെ ആന്റി ഏജിങ്, നമുക്ക് ഏജിങ് പ്രിവെന്റ് ചെയ്യാനും ആന്റി റിങ്കിൾസ്, സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകളെ പ്രിവെന്റ് ചെയ്യാനും സ്കിന്ന് മോയ്സ്ചറൈസ് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും ലെമിഷ് കൺട്രോൾ, റേഡിയന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ, ഒരു പ്രസരിപ്പുള്ള ഒരു സ്കിന്ന് കിട്ടാനും സ്കിന്നിലെ ഡാമേജ് കൺട്രോൾ ചെയ്യാനും സ്കിന്ന് റെജുവിനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫങ്ഷൻസ് നമ്മുടെ ഐഗ്ലോ ചെയ്യുന്നുണ്ട്. എന്നാൽ ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ, നമ്മുടെ ലിവർ വിഷങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അരിപ്പ പോലെയാണ് നമ്മുടെ ലിവർ ആക്ട് ചെയ്യുന്നത്. ലിവർ ടോക്സിക് ആയാൽ നമ്മൾ അത് സ്കിന്നിൽ പ്രതിഫലിച്ച് കാണുന്നുള്ളതാണ്. നമ്മൾ രാത്രി ഐഗ്ലോ കൺസ്യൂം ചെയ്യുന്നതിലൂടെ, രാത്രിയാണല്ലേ നമ്മളെ സ്കിന്നല്ല നമ്മുടെ ബോഡി തന്നെ റിപ്പയറിംഗ് നടക്കുന്ന സമയം രാത്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഡിന്നറിന് ശേഷം ഐഗ്ലോ ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്ന് പറയുന്നത്. നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് നൈറ്റ് ടൈം. ആ സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്താൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് മറ്റൊരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക. നമ്മുടെ ബ്ലഡ് ഇംപ്യൂർ ആയാലും നമ്മുടെ സ്കിന്ന് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഈ ഒരു ഐഗ്ലോ എന്ന പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് നോക്കാം. ഇപ്പൊ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്നാലും ഇത് അകത്തേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഇത് കൺസ്യൂം ചെയ്യാൻ. പക്ഷെ ഇതിന്റെ സേഫ്റ്റിയും എഫിക്കസിയും, അതായത് കാര്യക്ഷമതയും ഇതിന്റെ സേഫ്റ്റിയും എല്ലാം ക്ലിനിക്കലി ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള, അതും മനുഷ്യ ശരീരത്തിൽ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞ് മാർക്കറ്റിൽ ഇറങ്ങിയ പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. നമുക്ക് ടോക്കിയോ ആസ്ഥാനമായി വരുന്ന ബയോ ആക്റ്റീവ് ജപ്പാൻ ആണ് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ ഓറിയന്റഡ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. അത് ബയോ ആക്റ്റീവ് ജപ്പാൻ ആണ് അതിന്റെ ടോക്കിയോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമുക്ക് ഈ ഐഗ്ലോന്റെ ഫോർമുലേഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്കിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ, ഇത്രയും ഡാമേജുകൾ നമുക്ക് പുറമേ നിന്ന് വരുന്ന ഇത്രയും ഡാമേജുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ആൻഡ് അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. നമ്മളും വാങ്ങി യൂസ് ചെയ്യുക, നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് റെക്കമെൻഡും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഇതുപോലെ 4 ഫ്ലേവറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, ബ്ലാക്ക് കറന്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. 4 നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. ഞാൻ എൻ്റെ ഒരു റോള് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താന്നുള്ളതായിരുന്നു എൻ്റെ റോള്. ഇനിയിപ്പം ഷർമിള മാമിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ടു ഷർമിള മാം. താങ്ക് യു സഫ മാം. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഐഗ്ലോ എന്താണെന്ന് വളരെ വ്യക്തമായി സഫ മാം ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സഫ മാമിന് ഒരു ഡിജിറ്റൽ ക്ലാപ്പ് നൽകാം. ഇനി ഈ ഒരു ഐഗ്ലോ എന്ന പ്രൊഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്രയും നേരം ഈ ഒരു പ്രോഗ്രാം
കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.